വെൽക്കം ബാക്ക് ടു ICI ടേസ്റ്റ് ബഡ്സ്. സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇസ് ലവ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ബ്രൗണി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുവാണേ. അതായത് ചേന കൊണ്ടൊരു ബ്രൗണി. കേട്ടിട്ട് അതിശയം തോന്നുന്നല്ലേ? പക്ഷെ കിട്ടു ടേസ്റ്റാണ് കേട്ടോ. ആരും അറിയ പോലുമില്ല അതിനകത്ത് ചേനയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചേന നന്നായി കഴുകിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് 1 കപ്പ് ചേന കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുക്കറിലിട്ട് 2 വിസിലിന് ഞാൻ വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇത് നന്നായി മിക്സർ ജാറിലിട്ട് വെള്ളം ഒട്ടുമില്ലാതെ അരച്ചെടുക്കുകയാണ്. അപ്പം നമുക്കിത് അരച്ച് പേസ്റ്റ് രൂപേണ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഫേംലി പാക്ഡ് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ മസ്കോവാഡോ ഷുഗർ, ഇതിൽ രണ്ടിലേതായാലും, അല്ലെങ്കിൽ ശർക്കരപ്പൊടി ആയാലും ഓക്കെ, അതൊരു 3/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കട്ട ഉണ്ടെങ്കിൽ കട്ട ഉടച്ച് നിരത്തി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇത് നന്നായി മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഇതിന് വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ബീറ്ററിൻ്റെ ആവശ്യമില്ല ബ്രൗണി ആയതുകൊണ്ട്. വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ പേസ്റ്റായി അരച്ച് വെച്ചിരിക്കുന്ന വേവിച്ച ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് തോന്നാം, ഇത് ചേനയല്ലേ, വല്ല ചൊറിച്ചിലോ തൊണ്ടയ്ക്കോ വല്ല ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ വല്ലതും ഉണ്ടാവുമെന്നോ? ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ കിടുവാണ്, ടേസ്റ്റും. ഇത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആർക്കെങ്കിലും അറിയത്തുള്ളൂ ഇതിനകത്ത് ചേനയുണ്ടെന്ന്. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ മാവല്ല ചേർക്കാൻ പോകുന്നത്, അതായത് ഗോതമ്പ് മാവോ മൈദമാവോ അല്ല ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഇച്ചിരി കൂടെ ഹെൽത്തി വേർഷനാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് ആൽമണ്ട് ഫ്ലോറാണ് നമ്മളതിൽ ചേർക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ആൽമണ്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഈ സമയം കൊണ്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. സ്റ്റൗ ടോപ്പ് ആണെങ്കിൽ ഒരു പാത്രം, നിങ്ങൾക്കറിയാമല്ലോ സ്റ്റൗ ടോപ്പ് മെത്തേഡ്, ഞാൻ പല വീഡിയോകളിലും ഇട്ടിട്ടുണ്ട്. അത് ഇതുപോലെ ചൂടാക്കാൻ വെക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് സെമി സ്വീറ്റ് ചോക്കോ ചിപ്പും പിന്നെ ഒരു 50 ഗ്രാം ബട്ടറും കൂടെ എടുത്ത് മൈക്രോവേവോ അല്ലെങ്കിൽ ഡബിൾ ബോയിലോ ചെയ്ത് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് താല്പര്യമുള്ളവരാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ സെമി സ്വീറ്റ് ചോക്കോ ചിപ്പാണ് ചേർക്കുന്നത്. എന്നിട്ടിത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് എടുക്കാൻ പോകുന്നത്. അത് ഞാൻ നന്നായി ബേക്കിംഗ് പേപ്പർ ഫുള്ളിട്ടിട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രൗണി ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ബേക്കിംഗ് പേപ്പർ ഇട്ട് ലൈൻ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവൻ 180°C പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. സ്റ്റൗ ടോപ്പ് ആണെങ്കിൽ മീഡിയം ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യുക പാത്രം. പിന്നെ ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ബാറ്റർ ട്രാൻസ്ഫർ ചെയ്തിട്ട് ലെവലാക്കിയ ശേഷം മേലെ ഒരു ക്രഞ്ചിന് വേണ്ടി കുറച്ച് കാഷ്യൂ ചെറുതായിട്ടൊന്ന് പൊടിച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, പക്ഷെ അതിട്ടാൽ ഒരു ക്രഞ്ചിന് നല്ലതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് കാഷ്യും കൂടെ അതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത ശേഷം ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ 180°C പ്രീഹീറ്റായ ഓവനിൽ മിഡിൽ റാക്കി വെച്ച് ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ബ്രൗണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയ ശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു കത്തി വെച്ച് ഇത് കട്ട് ചെയ്യാം. നല്ല മോയിസ്റ്റാണ്, ചൂയിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. സോഫ്റ്റാണ്, നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ പിള്ളേർക്ക് തയ്യാറാക്കിയതായതുകൊണ്ട് ഞാൻ ചുമ്മാ മേളിൽ കുറച്ച് എൻ്റെ കയ്യിൽ ഓൾറെഡി മെൽറ്റഡ് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഒന്ന് ഇതുപോലെ ഞാൻ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാൻ പിള്ളേർക്കായതുകൊണ്ട് ഒരു രസത്തിന് ചെയ്യാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കാം. കഴിച്ചാൽ
നിർത്താൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ബ്രൗണി. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്ത് യമ്മി പെർഫെക്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഞാനിത് കഴിച്ച് അങ്ങ് വായിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ട്രൈ ചെയ്ത് എന്നോട് പറയണേ. ബൈ, സ്റ്റേ സേഫ്.